വൈദ്യുതി നിരക്ക് വർധന ഈ ആഴ്ച തന്നെ ഉണ്ടായേക്കും എന്നതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും പുതിയ വിവരം. ഉപതെരഞ്ഞെടുപ്പ് കാരണമാണ് പുതിയ താരിഫ് നിർണയം ഡിസംബർ വരെ നീണ്ടത്. വൈദ്യുതി നിരക്ക് വർധന ബുദ്ധിമുട്ടില്ലാതെ നടപ്പാക്കുമെന്നാണ് മന്ത്രി പറയുന്നത്. പക്ഷേ നിരക്ക് വർധന തന്നെ ബുദ്ധിമുട്ടല്ലേ എന്നതാണ് ചോദ്യം. കൂടുതൽ വിവരങ്ങളുമായി ടി വി പ്രസാദ് നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് ഈവനിംഗ് ടി വി പ്രസാദ്. ഷോക്കടിപ്പിക്കുന്ന ബില്ലിനായി കാത്തിരിക്കേണ്ടി വരുമല്ലോ ജനുവരി മുതൽ ഇങ്ങനെയാണെങ്കിൽ. ഇതുവരെ നീട്ടിവെച്ചു, ഇനി നീട്ടാനാകില്ല എന്നല്ലേ മന്ത്രി പറഞ്ഞതിന്റെ ചുരുക്കം? ഗുഡ് ഈവനിങ് സുജയ. ഉറപ്പായും അതും നാട്ടുകാരുടെ നെഞ്ചത്തേക്ക് തന്നെയാണ്. നവംബർ 1 തീയതി വരേണ്ട പുതിയ നിരക്കായിരുന്നു. പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ട് ഉപതെരഞ്ഞെടുപ്പ് നടന്നതുകൊണ്ട് അത് തൽക്കാലം നീങ്ങിക്കിട്ടി എന്നുള്ളതാണ്. പക്ഷേ അതിൽ നിന്ന് നമ്മളാരും രക്ഷപ്പെടില്ല. വൈദ്യുതി നിരക്ക് വർധന എന്തായാലും ഉറപ്പായും ഉണ്ടാകും എന്ന കാര്യം ഏതാണ്ട് നിശ്ചയമായി കഴിഞ്ഞു. അതിനുള്ള നീക്കങ്ങളാണ് അണിയറയിൽ നടക്കുന്നത് എന്നതാണ്. പ്രധാനമായും മന്ത്രിയും ഇലക്ട്രിസിറ്റി ബോർഡും പറയുന്ന പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ആഭ്യന്തര ഉൽപ്പാദനത്തിലുള്ള കുറവാണ്. അതായത് നിലവിലുള്ള വൈദ്യുതിയിലെ ഏതാണ്ട് 70% പുറത്തുനിന്ന് വാങ്ങിക്കുന്നു. അതിന് വലിയ വില കൊടുക്കേണ്ടതായി വരുന്നു എന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത്. ഒപ്പം ഇവിടെ പരിപാലനത്തിലുള്ള ചിലവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. ഇനി എങ്ങനെയായാലും ഇലക്ട്രിസിറ്റി ബോർഡിനുണ്ടാകുന്ന നഷ്ടവും ഇലക്ട്രിസിറ്റി ബോർഡിനുണ്ടാകുന്ന അധിക ചെലവും അത് ജനങ്ങളുടെ നെഞ്ചത്തേക്ക് തന്നെയാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇത്തവണ ഉണ്ടാകാൻ പോകുന്ന വൈദ്യുതി ചാർജ് വർധനയും എന്നുള്ളതാണ്. സുജയ, ഇപ്രാവശ്യം മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അതായത് ഈ സാധാരണ ചാർജ് വർധനയ്ക്കൊപ്പം ഒരു ബോണസ് കൂടിയുണ്ട്. അതായത് ജനുവരി മെയ് മാസങ്ങളിൽ അതൊരു പ്രത്യേക ഒരു സീസണായി പരിഗണിച്ചുകൊണ്ട് ഒരു യൂണിറ്റിന് എക്സ്ട്രാ 10 പൈസ വീതം കൂട്ടുന്നതിനെ കുറിച്ചും ആലോചിക്കുന്നുണ്ട്. അതായത് ഈ നമ്മുടെ സമ്മർ സമയത്താണല്ലോ കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കേണ്ടതായി വരുന്നത്. ആ സമയത്ത് വിലയും കൂടുതലാണ് വാങ്ങിക്കാൻ. അതുകൊണ്ട് തന്നെ ഒരു യൂണിറ്റിന് എക്സ്ട്രാ 10 പൈസ കൂട്ടുന്നതിനെ കുറിച്ചുള്ള ആലോചനയും സജീവമായി നടക്കുകയാണ് എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചുരുക്കത്തിൽ വൈദ്യുതി ചാർജ് വർധന എന്നുള്ളത് ഉറപ്പായും വരും എന്ന കാര്യം നിശ്ചയമായി കഴിഞ്ഞു. അതിനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. നേരത്തെ മന്ത്രി പറഞ്ഞതുപോലെ വൈദ്യുതി റെഗുലേറ്ററി ബോർഡിൻ്റെ റെഗുലേറ്ററി കമ്മീഷൻ്റെ ഹിയറിംഗ് എല്ലാം പൂർത്തിയായി. ഇനിയിപ്പോൾ റിപ്പോർട്ട് വന്ന ഉടൻ തന്നെ ഇതിലൊരു തീരുമാനമുണ്ടാകും എന്ന കാര്യം ഉറപ്പാണ്. അത് പറയുമ്പോഴും KSEBയിൽ നടക്കുന്ന വലിയ ധൂർത്തുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് അധിക ചെലവുകളുണ്ട്. ആ ചെലവുകളെല്ലാം അവസാനം വൈദ്യുതി ചാർജ് വർധനയായി വരുന്നു എന്നുള്ളതാണ് നാട്ടുകാരെ സംബന്ധിച്ച് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. എന്തായാലും വില കൂടും എന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞു. സുജയ, തയ്യാറായിക്കോളൂ. ശരി, എല്ലാവരും തയ്യാറായിക്കോളൂ. അപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിലേക്ക് ഇനി കൂടിയ താരിഫുള്ള വൈദ്യുതി ബിൽ, സമ്മർ താരിഫൊക്കെയാണ് നടപ്പാക്കാൻ പോകുന്നതെന്ന് പറയുന്നു. അപ്പോൾ പകലും രാത്രിയുമുള്ള ഉപയോഗത്തിന് ഒക്കെ വ്യത്യസ്തമായ റീഡിങ്ങിലേക്കൊക്കെ പോവുകയാണോ?